മത്സ്യത്തൊഴിലാളികളുടെ ജീവിതം തകർക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ കടൽ മണൽ ഖനനത്തിനെതിരെ സംസ്ഥാന വ്യാപകമായി നടന്ന തീരദേശ ഹർത്താൽ പൂർണ്ണം. ഫിഷറീസ് കോർഡിനേഷൻ കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാപ്ല ബേ ഹാർബറിൽ നടന്ന കടൽ സംരക്ഷണ ശൃംഖല CITU സംസ്ഥാന കമ്മിറ്റി അംഗം TV രാജേഷ് ഉദ്ഘാടനം ചെയ്തു. തീരദേശവാസികളെ പരിപൂർണമായി ഈ മേഖലയിൽ നിന്നും വേരോടെ പിഴുതെറിയാൻ ഇടയാക്കുന്ന ഒന്നാണ് കേന്ദ്ര സർക്കാർ നീക്കമെന്ന് സമരാനുകൂലികൾ പറഞ്ഞു. കടൽ മണൽ ഖനന നീക്കത്തിൽ നിന്ന് കേന്ദ്ര സർക്കാർ പിന്മാറണമെന്നും അല്ലാത്തപക്ഷം കേരള ജനത ഒറ്റക്കെട്ടായി നേരിടുമെന്നും പ്രതിഷേധ യോഗം ഉദ്ഘാടനം ചെയ്ത TV രാജേഷ് പറഞ്ഞു. കടലിനെ ആശ്രയിച്ച് ഒരു സമ്പദ് വ്യവസ്ഥ ഉണ്ടാക്കുക എന്ന പേര് വിളിക്കുന്ന ഈ ബ്ലൂ എക്കണോമി അക്ഷരാർത്ഥത്തിൽ തീരദേശവാസികളെ പരിപൂർണമായും ഈ മേഖലയിൽ നിന്ന് വേരോടെ പിഴുതെറിയാൻ ഇടയാക്കുന്ന ഒന്നാണ്. ഇപ്പോ ബ്ലൂ എക്കണോമിയുടെ ഭാഗമായി കേരളം, അതുപോലെ തന്നെ തമിഴ്നാട്, പിന്നെ ഒറീസ, അൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ, ഈ മേഖലയിൽ പ്രത്യേകിച്ച് നമ്മുടെ ഈ തെക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലെ കടലോര മേഖലയാണ് പരിപൂർണമായും ഖനനം ചെയ്യാൻ ഒരു പഠനവുമില്ലാതെ ഒരാലോചനയുമില്ലാതെ ഏകപക്ഷീയമായി കോർപ്പറേറ്റുകൾക്ക് കൈമാറാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിരിക്കുന്നു. നമ്മുടെ കേരളത്തിൽ അതിനാദ്യമായി തുടക്കം കുറിക്കുന്നത് കൊല്ലം മേഖലയിലാണ്. കൊല്ലം പരപ്പനെ കുറിച്ച് ഇവിടെ പറഞ്ഞു. കേരളത്തിൽ ഏറ്റവും കൂടുതൽ മത്സ്യസമ്പത്തുള്ള ഒരു മേഖലയാണ്, പ്രത്യേകിച്ചും ജൈവ വൈവിധ്യ മേഖലയാണ് നമ്മുടെ കൊല്ലം പരപ്പ് എന്ന് പറയുന്നത്. ആ കൊല്ലം പരപ്പിപ്പോ ടെൻഡർ ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. തുടർന്ന് പൊന്നാനി വരെയുള്ള മേഖലകൾ കൂടി ഈ കോർപ്പറേറ്റുകൾക്ക് ഖനനം ചെയ്യാൻ കേന്ദ്ര സർക്കാർ തത്വത്തിൽ തീരുമാനമെടുത്തു കഴിഞ്ഞിരിക്കുകയാണ്. കൊല്ലം പരപ്പ് നമ്മുടെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ മത്സ്യം ലഭിക്കുന്ന ഒരു മേഖലയാണ്. ഈ മേഖല കോർപ്പറേറ്റുകൾക്ക് ഖനനം ചെയ്യാൻ വിട്ടുകൊടുത്താൽ അതുണ്ടാക്കാൻ പോകുന്ന പ്രത്യാഘാതം യഥാർത്ഥത്തിൽ നാം മനസ്സിലാക്കിയതിനേക്കാൾ എത്രയോ വലുതായിരിക്കും. ധീവരസഭാ നേതാവ് T സത്യനാഥൻ ഉദ്ഘാടന ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. വിവിധ സംഘടനാ നേതാക്കളായ നിഷാദ്, അഡ്വക്കേറ്റ് P സന്തോഷ്, താവം ബാലകൃഷ്ണൻ, A അശോകൻ, ഇർഫാൻ, K രാജീവൻ, ശ്രീനാഥ് തുടങ്ങിയവർ സംസാരിച്ചു. തീരദേശ ഹർത്താലിന്റെ ഭാഗമായി മത്സ്യത്തൊഴിലാളികൾ പണിമുടക്കി. ഹാർബറുകളും മത്സ്യ മാർക്കറ്റുകളും അടഞ്ഞുകിടന്നു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ. AKG മെമ്മോറിയൽ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ, കണ്ണൂർ.